100 വർഷം കൊണ്ട് നമ്മൾ എത്രത്തോളം വേഗത കൈവരിച്ചിരിക്കുന്നു എന്ന് അറിയാമോ? ഒന്ന് ഗസ്റ്റ് ചെയ്യാമോ? ഈ ഒളിമ്പിക്സ് ചാമ്പ്യൻസ് തമ്മിൽ എത്ര സെക്കൻഡുകളുടെ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും? നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരമാണ് അത്. ഈ 100 വർഷത്തിനിടയിൽ അത്ലറ്റിക്സിൽ എന്തുമാത്രം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നറിയാമോ? ആടിന്റെ തോളിൽ ഉണ്ടാക്കിയ അയൺ സ്പൈക്സ് ഉള്ള ഷൂവിൽ നിന്നും ചെറിയൊരു എനർജി റിട്ടേൺ തരുന്ന ബ്രീത്തബിൾ ആയിട്ടുള്ള കാർബൺ നൈലോൺ ഷൂവിൽ വരെ എത്തി. അൺഈവൻ ആയിട്ടുള്ള ഗ്രിപ്പ് കുറഞ്ഞ കളിമൺ ട്രാക്കിൽ നിന്നും റബ്ബറിഷ് ആയിട്ടുള്ള ട്രാക്കിലേക്ക് അപ്ഡേറ്റ് ആയി. കൂടാതെ ബ്ലോക്ക് സ്റ്റാർട്ട് ഇക്വിപ്മെന്റ്സും ട്രെയിനിങ്, ന്യൂട്രീഷൻസ് എന്നിവയിലൊക്കെ തന്നെ 100 വർഷത്തെ ടെക്നോളജിയിലുണ്ടായ കണ്ടുപിടുത്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും ഇപ്പോൾ ഉള്ളത്. ഇനി നിങ്ങൾ പറയൂ, 100 വർഷത്തിനിപ്പുറം എത്രമാത്രം മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം? 1924 ചാമ്പ്യൻ എബ്രഹാമിന്റെ റെക്കോർഡ് 10.6ഉം 2004 ചാമ്പ്യൻ ലൈൻസിന്റെ റെക്കോർഡ് 9.79ഉമാണ്. അതായത് 100 വർഷത്തിന് ശേഷം ഒളിമ്പിക്സ് ചാമ്പ്യനിൽ വന്ന വേഗവ്യത്യാസം എന്ന് പറയുന്നത് വെറും 0.81 സെക്കൻഡ്സ് മാത്രമാണ്.